ട്രൂ ലീഡർ, ഒരു യഥാർത്ഥ ജനനായകൻ, ജനങ്ങളെ നയിക്കുന്നവൻ അതാരാണോ അതിനുള്ള തെളിവുകളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലുടനീളം കണ്ടത്. ഏതാണ്ട് ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ ആലങ്കോട് ജംഗ്ഷൻ വരെ ഏതാണ്ട് 30.4 കിലോമീറ്റർ ദൂരമാണ്. താണ്ടാൻ ഏതാണ്ട് 9 മണിക്കൂർ സമയം എടുത്തു എന്ന് പറയുമ്പോൾ അത്രമാത്രം സ്നേഹവായ്പ VS എന്ന ഈ രണ്ടക്ഷരത്തിന് രാഷ്ട്രീയ കേരളം പതിച്ചു നൽകിയിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ദൃഷ്ടാന്തമായത് മാറുകയാണ്. ഇപ്പോൾ ആലങ്കോട് എത്തിയിട്ടേ ഉള്ളൂ. അവിടെ നിന്ന് ഇനിയുമുണ്ട് കിലോമീറ്ററുകൾ താണ്ടാൻ ആലപ്പുഴയിലേക്ക്. പക്ഷേ എപ്പോൾ അവിടെ എത്തിച്ചേരും പുന്നപ്രയിൽ എന്നൊക്കെ നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു രീതിയിലും പറയാൻ കഴിയുന്നില്ല. അത്രമാത്രം വളരെ പതുക്കെ മാത്രമാണ് ഈ വാഹനത്തിന് കടന്നു പോകാൻ കഴിയുന്നത്. കാരണം പാതയോരങ്ങളിലെല്ലാം തടിച്ചുകൂടുന്ന നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, അവരെല്ലാം ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു, കണ്ണേ കരളെ VS, കേരള മണ്ണിന്റെ കൺമണിയെ എന്ന് വിളിച്ചു പറയുന്നു. അവരുടെ സ്നേഹം അത് അവരുടെ അന്ത്യാഭിവാദ്യമായി അവരുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരികയാണ് ഉച്ചത്തിൽ. സലീം മാലിക് തുടരുന്നുണ്ട്. സലീം, ഇപ്പോഴും നമുക്ക് ഉയർന്ന് കേൾക്കാം അവിടുത്തെ നാട്ടുകാരുടെ, അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ, പാർട്ടി പ്രവർത്തകരുടെ, അണികളുടെ, അല്ലെങ്കിൽ നാട്ടുകാരുടെ, ഒരു രാഷ്ട്രീയത്തിന്റെയും ഭാഗമാകാത്ത കുറേയധികം ആളുകളുടെ ഉച്ചത്തിലുള്ള ശബ്ദം. അവർ ഈ സമയത്തെങ്കിലും അവർ തങ്ങളുടെ പാർട്ടിയെ മറന്ന്, അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയം മറന്ന് അവിടെ ഒരു ഭേദവുമില്ലാതെ ഒരുപോലെ VS കാണാൻ കാത്തുനിൽക്കുന്നു. ഒരുപോലെ അവിടെ അണികൾ വിളിച്ചു പറയുന്നു, സഖാവ് VS വിട എന്ന് പറയുന്നു. പക്ഷേ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? പ്രജിൻ, ഈ ആൾക്കൂട്ടം അത് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അധികം ആൾക്കൂട്ടം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ സർവ്വശക്തിയും എടുത്ത് VS എന്ന കേരളത്തിൻ്റെ സമരനായകൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ആ വാഹനം വളരെ പതിയെ ആലംകോട്ട് മണിക്കൂറുകളായി കാത്തുനിന്ന മനുഷ്യരെ കടന്ന് അവർക്ക് ആദരമർപ്പിക്കാനുള്ള അവസരമൊരുക്കിയതിന് ശേഷം ആ വാഹനം പതിയെ ഇവിടെ നിന്നും മുന്നോട്ട് പോയിരിക്കുകയാണ്. അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത കടുവയിൽ പോയിരിക്കുകയാണ്. അത്രയധികം ആൾക്കൂട്ടത്തെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുമായിരുന്നു. അവർ എല്ലാ വൈകാരികതയുമായിട്ടാണ് അവർ VS എന്ന സമരനായകനെ ഇവിടെ നിന്നും യാത്രയാക്കിയത്. ഇല്ല മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം ഇപ്പോഴും ഇവിടെ ഉയരുന്നുണ്ട്. ആ വാഹനം ഇവിടെ നിന്നും പോയതിനു ശേഷവും ഉയരുന്നുണ്ട്. നമുക്കിവിടെ നിന്നും പല ആളുകളെയും, അതായത് കുട്ടികളുമായി നിന്ന സ്ത്രീകളെ കുറേയധികം കാണാമായിരുന്നു. വളരെ ചെറിയ പ്രായം ചെന്ന പെൺകുട്ടികൾ കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം മുഴക്കുന്നത് കാണാമായിരുന്നു. ഇവിടെ ആ തിരക്കിൽ ഇവിടെ പലരുടെയും ചെരുപ്പുകൾ ഇവിടേക്ക് കിടക്കുന്നത് കാണാമായിരുന്നു. ഏറ്റവും ഒടുവിൽ VS എന്ന അവരുടെ പ്രിയപ്പെട്ട സമരനായകന് യാത്ര അയക്കുന്നതിനിടയിൽ, ഏറ്റവും അവസാന യാത്ര അയക്കുന്നതിനിടയിൽ അവരുടെ ചെരുപ്പുകളൊക്കെ ഇവിടെ പോയ കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നിലകൊണ്ടയാളാണ് VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ ആ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യരാണ് ഇവിടെ തടിച്ചുകൂടിയതിലധികവും. അത് CPIM പ്രവർത്തകർ മാത്രമല്ല, അതിൽ പല രാഷ്ട്രീയ പാർട്ടികളിലുമുള്ളവർ ഇവിടെ തടിച്ചുകൂടിയവരിലുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം നേതാവായി കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരത്തിൽ അടയാളപ്പെടുത്തിയ ആളല്ല VS അച്യുതാനന്ദൻ. എല്ലാ മനുഷ്യർക്കും വേണ്ടി, എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി പോരാട്ടം നയിച്ച VS അച്യുതാനന്ദൻ എന്ന സമരനായകൻ ജീവിതകാലം മുഴുവൻ അത് പാർട്ടിക്കകത്തും പുറത്തും സമരമാക്കിയ മനുഷ്യൻ, മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും പ്രതിപക്ഷമായ മനുഷ്യനാണ് VS അച്യുതാനന്ദൻ. ആ മനുഷ്യന് വലിയ യാത്രയപ്പോൾ ഇനി ഒരിക്കൽ കൂടി ഈ വഴിയിലൂടെ VS അച്യുതാനന്ദന് ഒരു യാത്രയില്ല എന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് VS അച്യുതാനന്ദനെ നെഞ്ചിലേറ്റിയ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇവിടെ വഴിയരികിൽ ഈ യാത്രാമൊഴി നൽകുന്നത്. ആ യാത്രാമൊഴി സമരനായകന് അർഹിക്കുന്ന യാത്രാമൊഴി തന്നെയാണ് ഈ ജനത നൽകുന്നത് എന്നുള്ളതാണ്. അത്രയധികം വലിയ ആൾക്കൂട്ടമായിരുന്നു ഇവിടെ ആലംകോട് നമ്മൾ കടന്നു വന്ന വഴികളിലൊക്കെ കണ്ടതാണ്. കാരണം ഏതെങ്കിലും നിലയിൽ ഒരു കേഡർ സ്വഭാവത്തിലുള്ള പാർട്ടി ആയതുകൊണ്ട് തന്നെ CPIM കയ്യിൽ ഈ വിലാപയാത്ര നിൽക്കും എന്നുള്ള ബോധ്യമായിരുന്നു അവരുടെ തന്നെ നേതാക്കൾക്കുണ്ടായിരുന്നത്. അവർക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം വിലയിരുത്തപ്പെട്ടത്. അതിൻ്റെ ഭാഗമായാണ് ഈ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയത്. ഇന്നലെയും അതിന് സമാനമായി അവർ ഒരുക്കിയ ക്രമീകരണങ്ങളുടെ സമയക്രമത്തിനനുസരിച്ചായിരുന്നു ഓരോ സ്ഥലങ്ങളിലും കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ നീങ്ങി
നീങ്ങിക്കൊണ്ടേയിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ ഏറെക്കുറെ CPIM-ന് അത് കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം ആ VS എന്ന ജനനായകൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ആ സമയക്രമങ്ങൾ തെറ്റുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ, ജനങ്ങൾക്കിടയിലേക്ക് ഏറ്റവും അവസാന യാത്രയ്ക്ക് പോയപ്പോൾ ഒരു കടല് ഇങ്ങനെ പല പുഴകൾ ചേർന്നൊരു കടലാകുന്നത് പോലെ, മനുഷ്യക്കടൽ ഇങ്ങനെ മനുഷ്യർ പുഴകൾ പോലെ ചേർന്നൊരു കടലായി ആ കടൽ മുറിച്ച് VS-നെയും വഹിച്ചുകൊണ്ടുള്ള ബസ് കീറി മുറിച്ചു കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നു. അതോടുകൂടി ഈ സമയക്രമത്തിലെല്ലാം വലിയ നമ്മൾ കരുതിയതിനേക്കാൾ സമയമെടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിലും തിരുവനന്തപുരം ജില്ലാ അതിർത്തി പോലും പിന്നിട്ടിട്ടില്ല. കടമ്പാട്ടുകോണം എന്ന തിരുവനന്തപുരത്തിൻ്റെ ജില്ലാ അതിർത്തി പിന്നിട്ട് കൊല്ലം ജില്ലയിലേക്ക് പാരിപ്പള്ളിയിലേക്ക് കടക്കണമെങ്കിൽ ഇനിയും സമയമേറെ എടുക്കും. ഒരുപക്ഷെ രാത്രി 12 മണി കഴിഞ്ഞാലെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ജില്ലാ അതിർത്തിയിലേക്ക് എത്തുമോ? ശരി, സലീം പറഞ്ഞതുപോലെ നമുക്ക് ഈ ദൃശ്യങ്ങൾ അത് കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഓരോയിടത്തും ഈ രീതിയിലുള്ള നിരവധി പേരുടെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങിയാണ് ഈ വിലാപയാത്ര മുന്നോട്ട് നീങ്ങുന്നത്. അടുത്തത് കടുവയിലാണ്. അവിടത്തേക്ക് ഈ വിലാപയാത്ര നീങ്ങുന്നുണ്ട്. അവിടെയും കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ട്. അവരെല്ലാം തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാൻ അവിടെ കാത്തു നിൽക്കുകയാണ്, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നു വിവരങ്ങളുമായി. ഷഫീദ്, ഇങ്ങനെ ഞാൻ നേരത്തെ പറയുകയായിരുന്നു, ഏതാണ്ട് 9 മണിക്കൂർ പിന്നിടുന്നു ഈ വിലാപയാത്ര അവിടെ നിന്നും പുറപ്പെട്ടിട്ട്. ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരം മാത്രമാണ് താണ്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കേവലം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് കൊണ്ടൊക്കെ താണ്ടാവുന്ന ദൂരം ഇപ്പോൾ 9 മണിക്കൂറായി ഇതിങ്ങനെ വളരെ സാവധാനം നീങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനെല്ലാം കാരണം VS-നെ നെഞ്ചിലേറ്റിയ ഇവിടുത്തെ നാട്, അവിടുത്തെ നാട്ടുകാർ, അവരോരോരുത്തരും അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ വളരെ സാവകാശം, വളരെ സാവധാനം മാത്രമേ ആ വണ്ടിക്ക് നീങ്ങാൻ കഴിയുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഷഫീദ്, വിവരങ്ങൾ. യാത്രാമൊഴി ചൊല്ലുകയാണ്. തിരുവനന്തപുരം അങ്ങനെ അവസാന യാത്രാമൊഴി ചൊല്ലുകയാണ്. ഇനി കേവലം ഒരു പോയിന്റ് കൂടി കടന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ല വിടും. VS-നെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏതാണ്ട് പതിറ്റാണ്ടുകൾക്കപ്പുറം അദ്ദേഹം തന്റെ കർമ്മമണ്ഡലമായി തിരഞ്ഞെടുത്ത തിരുവനന്തപുരം വിട്ട് VS-ന് ഒരിക്കലും മടങ്ങി വരാത്ത വരവിലേക്ക് പോവുകയാണ്. നമ്മൾ അല്പസമയം മുൻപ് ഏറ്റവും അവസാനത്തെ സ്ഥലമായിട്ടുള്ള ആലംകോട് അടക്കം കണ്ടു. തിങ്ങി നിൽക്കുന്ന ആരവം. ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് ഈ വിലാപയാത്ര പുറപ്പെട്ടത്. ഇപ്പോൾ 9 മണിക്കൂർ പിന്നിടുന്നു. തിരുവനന്തപുരം ജില്ല ഇതുവരെയും പിന്നിടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മാത്രവുമല്ല, ഇപ്പോഴും വഴിയരികിൽ VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പലതരത്തിലുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമാണ്, VS-നെ അങ്ങനെ അടയാളപ്പെടുത്തുകയല്ലാതെ മറ്റു നിവർത്തിയില്ല. VS-നെ അങ്ങനെ സ്നേഹിക്കുകയല്ലാതെ പകരമൊന്നും നമുക്ക് കൊടുക്കാനുമില്ല. കാരണം കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹം അതിനു മുൻപൊക്കെ നടത്തിയ തൊഴിലാളി പ്രസ്ഥാന പോരാട്ടങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ VS എന്ന് പറയപ്പെടുന്ന മനുഷ്യനെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കി മാറ്റിയ നാളുകൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ അവസാന പൊതുപരിപാടിയിലും അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. പക്കാ രാഷ്ട്രീയം എങ്കിൽ കൂടി അദ്ദേഹം ചേർത്ത് പിടിച്ചത് അത്രയും മനുഷ്യരെയാണ്. മാത്രവുമല്ല, പാർട്ടിയെ സ്വയം തിരുത്തി അങ്ങനെ VS ഒരു കടൽ പോലെ, ഒരു കഥ പോലെ VS ഇക്കഴിഞ്ഞ പതിറ്റാണ്ടുകൾ അത്രയും കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം തീർത്ത പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം കൊണ്ടുവന്ന പലതരത്തിലുള്ള പദ്ധതികൾ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹം സർക്കാരുകളെ ചോദ്യം ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ അപ്പുറത്ത് ഭരണപക്ഷത്തിരിക്കുമ്പോഴും സ്വയം തിരുത്താൻ, പാർട്ടിയെ തിരുത്താൻ മുന്നിട്ടിറങ്ങിയ ഒരു വിപ്ലവം, ഒരു സമരജീവിതം, അതാണ് ഈ രാത്രിയിൽ തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തോടൊപ്പം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ അരുൺകുമാർ ഉണ്ട്. ഇനി അടുത്ത സ്ഥലം അവിടെ എത്തിയതിനു ശേഷം സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഈ VS നിലവിലിപ്പോൾ ഈ ഭൗതികയാത്ര, അതിൻ്റെ ഒരു വേഗത അത് പരമാവധി കൂട്ടുക എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കാരണം സകല സമയക്രമങ്ങളും തെറ്റുന്ന ആ മനുഷ്യാരവം നമ്മൾ കണ്ടതാണ്. ആ സകല സമയക്രമത്തെയും തെറ്റിക്കുന്ന തരത്തിലേക്ക് വികാരനിർഭരമായി VS-ന് യാത്രയപ്പ് നൽകുന്ന ജനങ്ങളെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതൊക്കെ പിന്നിട്ട് തിരുവനന്തപുരത്തിന്റെ അതിർത്തി പ്രദേശം പിന്നിടാൻ പോകുന്നു. ഇനി കൊല്ലമാണ്. കൊല്ലത്തും ആലപ്പുഴയിലും വലിയ സ്വീകരണം VS-ന് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. VS-ന്റെ പ്രിയപ്പെട്ട നാടുകളാണ് കൊല്ലം, അതിനൊക്കെ അപ്പുറത്തേക്ക് VS-ന്റെ വേരുള്ള നാടാണ് ആലപ്പുഴ. നമുക്കറിയാം, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും നിലപാടുകൾ ഒരേ മൂർച്ച, നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗവും ചെറുവാക്കുകളിലെ പ്രതികരണവും അർത്ഥങ്ങൾ ഒളിപ്പിച്ച തലയാട്ടിച്ചിരിയും
വലിയ സാമൂഹിക ചലനങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെയൊക്കെ അർത്ഥം എന്ന രീതിയിലാണ് ഈ പ്രിയപ്പെട്ട മനുഷ്യർ VS-നെ കാണാനെത്തുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉൾപാർട്ടി പോരാട്ടങ്ങളിലൂടെ അദ്ദേഹം CPM-നെ തിരുത്തുകയും പുതുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു. VS-ന്റെ ബാല്യം മുതൽ തന്നെ ജീവിതം പോരാട്ടമായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രവേശനാനന്തരം ഉണ്ടായ പോരാട്ടമല്ല, വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയ പോരാട്ടം. 1923 ഒക്ടോബർ 21 ആലപ്പുഴ പുന്നപ്ര വെന്തലത്തറ വീട്ടിൽ ജനിച്ച അതിൽ 11ാം വയസ്സിൽ അച്ഛനെ നഷ്ടമായി. കുടുംബത്തെ സഹായിക്കാനായി 7ാം ക്ലാസ്സിൽ പഠനം നിർത്തി. അതിനു മുൻപേ അദ്ദേഹത്തിന് ഈ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ഇതൊക്കെ കഴിഞ്ഞ് VS തൊഴിലാളി പ്രസ്ഥാനങ്ങളിലേക്ക് കർഷക തൊഴിലാളികളെ ഏകോപിപ്പിച്ച് അവർക്ക് എന്താണ് കമ്മ്യൂണിസം, എന്താണ് സോഷ്യലിസം എന്ന് പറഞ്ഞുകൊടുത്ത് അദ്ദേഹം അവരെ ചേർത്ത് നിർത്തി. അതിനുശേഷം അവരുടെ നേതാവായി. പിന്നീട് അദ്ദേഹം CPM എന്ന മഹാപ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഇന്ന് അവശേഷിച്ചിരുന്ന ഒരേ ഒരാളായിരുന്നു. അതിനുശേഷം അദ്ദേഹവും പടിയിറങ്ങുമ്പോൾ ഇത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തീർത്താൽ തീരാത്ത നഷ്ടമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് മാത്രമല്ല, ഒരു നേതാവിനെ ഇത്രയധികം നെഞ്ചേറ്റിയ, ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കേഡർ സംവിധാനങ്ങൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞപ്പോഴും ജനകീയ പിന്തുണ ലഭിച്ച, VS-ന് മത്സരിക്കാൻ സീറ്റുകൾ ലഭിക്കാഞ്ഞപ്പോഴൊക്കെ ജനങ്ങൾ തെരുവിലിറങ്ങിയ, അങ്ങനെ ഏതൊരു നേതാവിന് കിട്ടും ഈ രീതിയിലുള്ള ഒരു ജനപിന്തുണ എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. നമുക്കറിയാം, ഇതിനു മുൻപ് നമ്മൾ കണ്ടൊരു വിലാപയാത്ര അത് ഉമ്മൻചാണ്ടിയുടേതായിരുന്നു. പക്ഷേ VS-ലേക്ക് കടക്കുമ്പോൾ വൈകാരികമായി, ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ വൈകാരികമായി പലതരത്തിലുള്ള മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടു. VS-നെ കാണാനെത്തിയ പലതരത്തിലുള്ള മനുഷ്യരെ കണ്ടു. അവരുടെ കഥകൾ ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ അവരൊക്കെ പറയുന്നത് VS എന്ന് പറയപ്പെടുന്ന രണ്ടക്ഷരം. VS എന്ന് പറഞ്ഞാൽ നിലപാടാണ്. ആ നിലപാടാണ് ഞങ്ങളുടെ ശരിയെന്ന് ഉറച്ചു വിശ്വസിച്ച മനുഷ്യർ. ആ മനുഷ്യർ വഴിയരികിൽ കാത്തുനിന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി കാണുകയാണ്. നാളെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ രാവിലെയോടുകൂടി ആലപ്പുഴയിലേക്ക് ഈ ഭൗതിക ശരീരം എത്തിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ മുൻകൂർ ക്രമീകരിച്ച രീതിയിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ ആ പൊതുദർശനങ്ങൾ കടക്കാമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പാർട്ടി നേതൃത്വം ആലോചിക്കുന്ന കാര്യം. പ്രജിൻ.